السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والعاقبة للمتقين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. വിശുദ്ധ സഹോദരന്മാരെ, ഒരു മുഖ്യമായിട്ടുള്ളതായ വിഷയ പ്രമാണത്തിന്റെ അടിസ്ഥാനത്തിൽ ഖുർആനിലെയും സ്വഹീഹായിട്ടുള്ളതായ ഹദീസിലെയും അടിസ്ഥാനത്തിൽ ബേസിൽ പഠിക്കേണ്ടതായ ഒന്നേ ചിക്കർ ഫറായിദ് ചെന്നിട്ടുണ്ടെങ്കിൽ ഇണ്ട് ചില ആൾമാർ ആ വിഷയത്തിൽ പഠിക്കില്ല, അശ്രദ്ധയിച്ചിക്കാറ്, അതിലൊരു ആവശ്യകത ഇല്ലമേ ചെന്ന് ഉപയോഗിച്ചില്ല. ഒരു ആള് മരിച്ചിട്ടെങ്കിൽ അയാളെ സ്വത്ത് ഓഹരി വെക്കുന്നതിന് മുന്നിൽ ശ്രദ്ധിക്കാനായിട്ടുള്ളതായ, അറിഞ്ഞിരിക്കാനായിട്ടുള്ളതായ, പഠിക്കാനായിട്ടുള്ളതായ ചില വിഷയ കർമ്മശാസ്ത്ര ഫുഖഹാക്കന്മാർ അല്ലാഹുവേ വിശുദ്ധമായ ഖുർആനിലെയും ഹദീസിലെയും ബേസിൽ ഞങ്ങൾക്ക് പഠിപ്പാട്ടിത്തണ്ട. അതയച്ചിക്കറ് നാണ് ചൊല്ലുക ഉദ്ദേശിക്കുന്നത്. അയെങ്കില ചില ആൾമാര് അത് ശ്രദ്ധിക്കില്ല. ഉമ്മര സ്വത്താവട്ട് അബ്ബര സ്വത്താവട്ട് അത് ഓഹരി വെക്കുന്നതിന് മുന്നിൽ ചില കാര്യം ശ്രദ്ധിക്കും. അതെന്തയച്ചിക്കറ് നോക്കോറു. ഫറായിദ് ചെന്നെങ്കിൽ അൽ ഫറായിദു ഹുന അൽ മവാരിസ് കാക്കമാർ ചെല്ലാറ്. ഫറായിദ് ചെന്നിട്ടെങ്കിൽ ഇവിടെ അനന്തരാവകാശമായിരിക്കും, സ്വത്തവകാശം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ വിഷയത്തിൽ ചെല്ലുന്നത് ഇമാം ഹാക്കിം റിപ്പോർട്ടാക്കുന്നതായ ഒരു ഹദീസിൽ നിങ്ങൾക്ക് കാണും. തഅല്ലമുൽ ഫറായിദ, നിങ്ങൾ ഫറായിദിലെ അനന്തരാവകാശത്തില് നിങ്ങൾ പഠിക്കോ. ഫറായിദില് നിങ്ങൾ പഠിക്കോ, അതിലെ മസ്അലകൾ നിങ്ങൾ പഠിക്കോ. വഅല്ലിമുഹന്നാസ, മനുഷ്യന്മാർക്ക് നിങ്ങൾ അതിലെ പഠിപ്പാട്ടി കൊടുക്കും. ഫഇന്നിംറുഹു മഖ്ബൂലുൻ, തീർച്ചയായിട്ടും നാണ് മരിക്കുന്ന ആളയച്ചിക്കര് നോക്കോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെന്നത് വഇന്ന ഹാദൽ ഇൽമ, നാളെ മരിച്ചിട്ടെങ്കിൽ പിന്നെ ഈ വിഷയത്തിലുള്ളതായ ഇൽമു, ഇതിലെ ജ്ഞാന, ഇതിലെ അറിവ് സൈക്കുപോകും, ഇല്ലാണ്ടാവും. നിങ്ങൾ പഠിച്ചില്ലേണ്ടെങ്കിൽ, നിങ്ങൾ പരിപാടി കൊടുത്തില്ലേണ്ടെങ്കിൽ ഇതിലെ വിഷയത്തിലുള്ള ഇൽമു ഇല്ലാണ്ടായിട്ട്. അപ്പൊ ഇൽമില്ലാണ്ടെങ്കിൽ എന്തിനാവും? വതൽഹറുൽ ഫിത്തനു, ഫിത്തന വെളിവാവും. ഹത്താ യഖ്തലിഫ ഇസ്നാനി ഫിൽ ഫരീദത്തി, ഈ അനന്തരാവകാശത്തിലെ വിഷയത്തിൽ, ഫറായിദിലെ വിഷയത്തിൽ ജണ്ടാല് അഭിപ്രായ വ്യത്യാസമായിട്ട് ഭിന്നിച്ചിട്ട് പോവാറ്. അപ്പോ ഫലാ യജിദാനി മൻ യഖ്ദിയ ബൈനഹുമാ, ഇതിനിടയിൽ ഒരു വിധികർത്താവരെ, തീർപ്പ് കൽപ്പിക്കുന്നതായ ആളെ നിങ്ങൾക്ക് കണ്ടെത്തുക സാധ്യമല്ല നിങ്ങളുടെ. കാരണം എന്തേ? ഇതിന്റെ വിഷയത്തിലുള്ള എളിമില്ല, പഠിച്ചിട്ടില്ല, പഠിപ്പാട്ടി കൊടുത്തിട്ടില്ല. ശ്രദ്ധിക്കാനായിട്ടുള്ള വിഷയത്തിക്കറ് നോക്കൂ. ഒരാളെ സ്വത്തില് അബ്ബരതാവട്ടെ ഉമ്മരതാവട്ടെ, ഒരാളെ സ്വത്തില് ഓഹരി വെക്കുന്നതിന് മുന്നോളൂ ശ്രദ്ധിക്കാനായിട്ടുള്ള വിഷയ ഫുഖഹാക്കന്മാർ ചെല്ലുക ഖുർആനിലെയും ഹദീസിലെയും ബേസിൽ. വൽ ഹുഖൂഖുല്ലതി തതഅല്ലഖു ബിത്തരീഖത്തി ഖംസത്തുൻ, നോക്കൂ. 5 കാര്യ ആ വിഷയത്തിൽ ശ്രദ്ധിക്കണം. 5 കാര്യം. അതിൽ ഒന്നെന്താ ചിക്കർ അല്ല ഓല് ഒന്നു മാ തഅല്ലഖ ബിഐനി തരിക്കത്തി, തരിക്കത്തിലെ ഐന് കൊണ്ട് ബന്ധിച്ചതായ ഒന്ന് ചെന്നിട്ടെങ്കിൽ ഈ സ്വത്തില് അനന്തരാവകാശത്തിന് ഓഹരി വെക്കുന്നതിക്ക് മുന്നിൽ ആ സ്വത്തില് ഐനുമായിട്ട് ബന്ധപ്പെട്ടതായ ഒന്ന് അത് ശ്രദ്ധിക്കും. അതേതായിക്കറ് സകാത്തി മാലി മൗജൂദിൽ, അയാളെ സക്കാത്ത് അയാൾ കൊടുത്തിട്ടില്ല, വർഷം പൂർത്തിയായി
അപ്പൊ ಅದಕ್ಕೆ മുന്നുള്ള അയാൾ മരിച്ചത്, അപ്പൊ ഈ വർഷത്തെ സക്കാത്ത് കൊടുത്തിട്ടില്ല, അല്ലെങ്കിൽ പോയ വർഷത്തെ സക്കാത്ത് ബാക്കിയുണ്ട്, അപ്പൊ അത് ബാക്കി ഇന്നിട്ടെങ്കിൽ ആ സക്കാത്ത് കൊടുത്തിട്ടു, അതിൽ അവകാശിമാർക്ക് കൊടുത്തിട്ടു, പിന്നായിട്ട് വേണു സ്വത്ത് ഓഹരി വെക്കണായിട്ട്. സക്കാത്തിലെ മുതൽ പോലെ ദൈനിൻ കട പോലെ അയാളെ കട ബാക്കിയുണ്ട്, ആ കടത്തില് അതിൽ അവകാശിമാർക്ക് കൊടുത്തിട്ടു, അത് പൂർത്തീകരിച്ചതിന് പിന്നെ അയാളെ സ്വത്തിൽ ഓഹരി വെക്കും, മരിച്ച ആളെ സ്വത്തില്. ദൈനിൻ ബിറഹിനിൻ പണയച്ചിലുള്ളതായ കട, എന്തെങ്കിലും അയാൾ പണയ വെച്ച് അപ്പൊ അത് കട അയച്ച് ബാക്കിയാവും, അതിനെ ക്ലിയർ ആക്കിയെന്ന് പിന്നെ അയാളെ സ്വത്തില് ഓഹരി വെക്കണോ? ഇത് ഒന്ന് ശ്രദ്ധിക്കും, ഇത് ഒന്ന് എത്തിക്കും. സ്വത്തിലെ ഓഹരി വെക്കുന്നതിന് മുന്നുള്ള മരിച്ചാൽ. വസാനി രണ്ടാമത്തത് എന്തായിട്ടിക്കൽ ചെല്ലുന്നത് മുആനു തജ്ഈസി ബിൽ മഅറൂഫി, മയ്യത്തിലെ പരിപാലന ചെലവ് അതൊക്കെ ബാക്കി വെക്കും. ചെന്നിട്ടെങ്കിൽ മയ്യത്തിലെ കഫൻ തുണിക്ക്, അതേപോലെ അതിലെ കൂലി, കബറെടുക്കുമ്പോഴത്തേക്കു അതിലെ കൂലി എന്നിട്ടെങ്കിൽ അത് അങ്ങനെ മയ്യത്തില് തജ്ഈസ് പരിപാലന ചെലവ് അതെന്താക്ക ഇയാളെ സ്വത്തിൽ നിന്നെടുക്ക. പിന്നെ അയാളെ മക്ക, അയാളെ സഹോദരന്മാർ ചെന്നാറ് ഞങ്ങൾ നോക്കുന്ന മയ്യത്തിലെ ചെലവ്, പരിപാലന ചെലവ് ഞങ്ങൾ നോക്കുക ചെന്നിട്ടുണ്ടെങ്കിൽ അത് വേറെ വിഷയം, അത് രണ്ടാമത്തെ വിഷയം. അയെങ്കിൽ ശറൽ നിങ്ങൾക്ക് പഠിപ്പാട്ടുന്നത് അയാളുടെ സ്വത്തിനുണ്ടെങ്കിൽ അയാളെ മയ്യത്തിലെ പരിപാലന ചെലവ് എന്താക്ക ഈ സ്വത്തിൽ നിന്ന് എടുക്കാം. വില ഇസ്രാഫിൻ വല തക്തീർ, ഇസ്രാഫാക്കുക ചെയ്യണം. അയാളൊട്ടിക്ക് സ്വത്തുണ്ട് ചെന്നിട്ട് നല്ല കോസ്റ്റ്ലി ആയിട്ടുള്ളതായ നല്ല ബലരെ തുണി കൊണ്ടുവണ്ടി, അല്ലാണ്ടെങ്കിൽ 3 രൂപ 5 ആക്കര്, ആണെങ്കിൽ ഇപ്പോ ആകെ പൊതിയത് 3 തുണി വെച്ചിക്കരുത്. അപ്പൊ അതിൽ യാറാക്കര്, അല്ലാണ്ടെങ്കിൽ വല തക്തീർ മുന്തിയത് നോക്കര്. ഏതാ ഇയാളൊട്ടിക്ക് പേന്മായത്തുള്ള സ്വത്തുണ്ടല്ലേ, നല്ല വില കൂടിയതായ നല്ല കോസ്റ്റ്ലി ആയിട്ടുള്ളതായ തുണി കൊണ്ടുവര, അങ്ങനെ നോക്കിയിട്ട് ഇസ്രാഫാക്കുന്നത് നോക്കുന്നത് എന്താ കാര്യത്തില്ല. സാധാരണ എല്ലാവരും പിന്നെ എല്ലാരെയും പൊതിയെ പോലത്തതായ തുണി എത്തിക്കും, ഇസ്രാഫാവുക. അപ്പൊ ചെന്ന് വന്നത് മയ്യത്തിലെ പരിപാലന ചെലവ് അയാളെ സ്വത്തിൽ നിന്ന് എടുക്കാം. മൂന്നാമത് ചെല്ലത് വസാലിസു, മൂന്നാമത്തത് ദുയൂനുഹു കടയിത്തിക്കൽ. മരിച്ച മയ്യത്തിന് കടയിന്നിട്ടെങ്കിൽ അതിലെന്താക്കണം മുന്തിക്കണം, യുക്കദ്ദം അതിലെ മുന്തിക്കണം. മക്ക ചെല്ലേ അത് അബ്ബാക്കി വെച്ച കടയല്ല, ഞങ്ങൾക്കെന്ത് മരിച്ചത് പിന്നെ ഞങ്ങളെ സ്വത്തായിത്തത്, ഞങ്ങൾ അതിലെ ഓരി വെച്ചിട്ട് എടുക്കാം, അബ്ബരെ കട ഓടിക്കട്ടെ, അത് പാടില്ല. അത് അയാളും കുറ്റക്കാരനായിത്തിക്കറ്, ഈ മക്കവും നാളെ പടച്ചറബര പക്കൾ കുറ്റക്കാരനായി. കാരണം എന്തു? അയാളെ സ്വത്തുണ്ട്, അയാളെ സ്വത്തിന്നില്ലെങ്കിൽ ഐത്തിക്കറുടെ വിഷയമില്ല. അപ്പൊ അയാളെ സ്വത്ത് വെക്കുമ്പോഴത്തേക്കു ആ സ്വത്തിനെ ഓഹരി വെക്കുമ്പോഴത്തേക്കു അയാളെ കടത്തിനെ മുന്തിക്കും. അതിലും ഫുഖഹാക്കന്മാർ ചെല്ലുന്നത് യുഖദ്ദമു മിൻഹാ ദൈനുല്ലാഹ്, അള്ളാഹുടെ കടത്തിനെ വേഗം മുന്തിക്കണം ഫസ്റ്റ്. അതേത് സകാത്ത് ഫി ദിമ്മത്തി, അവന്റെ ദിമ്മത്തിലുള്ളതായ സക്കാത്ത് അത് ഫസ്റ്റ് കൊടുക്കണം. നോക്കറു അവനിപ്പോ ബാക്കിയുള്ള ആൾമാർക്ക് കടമുണ്ട്, അപ്പൊ അവൻ്റെ ഒട്ടിക്ക് സ്വത്തുണ്ട്, സക്കാത്ത് കൊടുത്തിട്ടില്ലേ, അപ്പൊ ആ കടത്തിനെ കാട്ടി സക്കാത്തിനെ ഫസ്റ്റിക്ക് കൊടുക്കും. ഇത്ര ഗൗരവമുള്ള വിഷയത്തിക്കുന്നത്. കാരണം അത് ഫക്കീർ മിസ്കിന്മാർ വിശുദ്ധ ഖുർആൻ സൂറത്ത് തൗബൽ 60-ാമത്തെ ആയത്തിൽ ചെന്ന് ആ വിഭാഗ ആൾമാരെ സ്വത്തായിട്ടിക്കുന്നത്. അതേപോലെ കഫാറത്ത് എന്തെങ്കിലും കഫാറത്ത് ബാക്കിയുണ്ട്, നോമ്പുരത, ഹജ്ജിരത, ഒമ്രത, എന്തെങ്കിലും കഫാറത്ത് നേർച്ച പോലത്തത് ബാക്കിയുണ്ട്, അല്ലെങ്കിൽ കഫാറത്ത് ബാക്കിയുണ്ട്, അതിനെ മുന്തിക്കും. ഹജ്ജ് ബാക്കിയുണ്ട്, അതായത് ഹജ്ജിക്ക് വേനായിട്ട് ഒരുങ്ങില്ല, അതുക്കുള്ള എല്ലാ തയ്യാറെടുപ്പായി, പക്ഷെ ഹജ്ജിക്ക് പോകയിച്ചില്ലേ, മുതലില്ലാതെയല്ല, ആരോഗ്യമില്ലാതെയല്ല, പിന്നെ അതിന് മുന്നിൽ അയാൾ മരണപ്പെട്ടു. അപ്പൊ അയാൾ ഹജ്ജില്
പൂർത്തിയാക്കണം മക്ക. ഇത് അലാ ദൈനി ആദമി, മനുഷ്യരെ കടത്തിലെ കാട്ടിമേൽ മനുഷ്യന്മാരെ കടമೆ വലിയ ദോഷ ಐತಿಕರು ബാക്കി വെക്കരുത്. അതിനെ കാട്ടി മുന്നോളൂ അള്ളാഹുരെ കടത്തിൽ എന്താക്കണം വീടൊണുണ്ട്. ഏത് സക്കാത്ത് പോലെ, കഫാറത്ത് പോലെ, ഹജ്ജ് പോലെ. അല ദൈനി ആദമി, മനുഷ്യരെ കടത്തിലെ കാട്ടി പിന്നെ മനുഷ്യന്റെ കട വീടും. ഇതെല്ലാം വിളിത്ത് മനുഷ്യരെ കട വീടും. ഇത് മൂന്നാമത്തെ കാര്യം. പിന്നൈത്തിക്കർ എന്തൊരു സ്വത്ത് ഒരു വെക്കണത്. ഇവിടെ പിണ്ടത്തെ അവസ്ഥ എത്രത്തോളം എത്തിരി ചെന്നിട്ടെങ്കിൽ അബ്ബ മരിച്ചിട്ട് അല്ലെങ്കിൽ ഉമ്മ മരിച്ചിട്ട് ഞങ്ങളുടെ സ്വത്തുണ്ട്. ആ സ്വത്തൊരു പിന്നെ മയ്യത്തിരെ മരം ಮಾಡಿತ್ತು, ദഫനാക്കിയിട്ട് ಬಂತು മീറ്റിംഗ് അവിടെ ജയിച്ചു. ಅದಕ್ಕೆ മുന്നോളൂ ഈ കാര്യമെല്ലാം ശ്രദ്ധിക്കണം. ഇത് ഖുർആനിലെയും ഹദീസിലെയും ബേസിൽ നാം വെളിപ്പാട്ട. നാലാമത്തത് നോക്കൂ, വറാബിയു, നാലാമത്തത് വസായ, വസിയത്ത് ഉണ്ട നോക്കും. വസിയത്ത് ചെന്നിട്ടെങ്കിൽ എങ്ങനെ എല്ലാ വസിയത്തല്ല, അതിൽ സ്വീകരിക്കപ്പെട്ടതുണ്ട്, സ്വീകരിക്കപ്പെടാത്ത വസിയത്തുണ്ട്. ഇപ്പൊ സ്വീകരിക്കപ്പെട്ടതായ വസിയത്തായെങ്കിൽ എങ്ങനെ, ഇന്നമാ തുനഫദു ലിൽ അജ്നബി മിൻ സുലുസുൽ ബാക്കി. അതായത് അജ്നബിക്ക് ഇപ്പൊ മരിക്കുന്നതിന് മുന്നോളൂ ഒരു അപ്പച്ചൻ മരിക്കുന്നതിക്ക് മുന്നോളൂ നല്ല സ്വത്തുലു ഇത്തരം എന്താക്കണം വേറെ ഒരാൾക്ക് കൊടുക്കണം. ചെന്നെങ്കിൽ ഈ സ്വത്തിലെ അവകാശത്തിൽ അനന്തരാവകാശത്തിൽ വരാത്ത ഒരാൾ പുറത്തര ഒരാൾക്ക് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൽ മദ്രസത്തിൽ ഏത് പോകട്ടെ അയാൾ ചെന്ന് നാ മരിച്ചെന്ന് പിന്നെ അയാൾ അയത്ത് കാലത്തിലല്ല, നാ മരിച്ചെന്ന് പിന്നെ നല്ല സ്വത്തിന് നിങ്ങൾ ഓഹരിയാക്കുമ്പോഴത്തേക്കു മക്കളെ വിളിച്ചിട്ട് വസിയത്തേക്ക് ഓഹരിയാക്കുമ്പോഴത്തേക്കു ആ സ്വത്തിൽ നിന്ന് ഇത്തരം നിങ്ങൾ എന്താക്കണം, പിന്നെ പാവത്ത ആൾമാർക്ക് കൊടുക്കണോ, അല്ലെങ്കിൽ ഇന്ന ഒരാൾക്ക് കൊടുക്കണോ, അല്ലെങ്കിൽ മദ്രസക്ക് കൊടുക്കണോ, പള്ളി കൊടുക്കണോ, വേറെ ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൽ കൊടുക്കണം, അയാൾ വസിയത്തേക്കണം. പക്ഷെ ആ വസിയത്തിൽ സ്വീകരിക്കുക മക്കൾ അയാളുടെ സ്വത്തിനെട്ടെങ്കിൽ സ്വീകരിക്കണം. എങ്ങനെ, അത് പർത്തൊരാൾക്കാക്കിയതായ വസിയത്ത്, അജ്നബിക്കാക്കിയതായ വസിയത്തായെങ്കിൽ മീൻ സുലുസുൽ ബാക്കി, മൂന്നിലൊന്ന് എത്തിക്കരുത്. ഉദാഹരണത്തിന് ചിലരുണ്ടെങ്കിൽ പിന്നെ മരിച്ചാളൊട്ടിക്ക് 3 ലക്ഷം രൂപ സ്വത്തുണ്ട് ഉദാഹരണത്തിന്. അപ്പൊ അയാൾ ചെന്നത് നാ മരിച്ചെന്ന് പിന്നെ ഈ 3 ലക്ഷം രൂപ നിങ്ങൾ എന്താക്കണം, ഇന്ന ഒരാൾക്ക് കൊടുക്കണം, ഒരു പാവത്ത ആൾക്ക്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്ഥാപനം കൊടുക്കണം, ദർശക്ക് കൊടുക്കണം, പള്ളിക്ക് ഏത് പോകട്ടെ അയാൾ വസിയത്താക്കിയത്. മക്ക വസിയത്ത് സ്വീകരിച്ചിട്ടാണ്. പക്ഷേ അയാൾ മരിച്ചെന്ന് പിന്നാണ്ട് ചെന്ന സബുലു അവിടെ എല്ലാം കൊടുക്കണമെന്നില്ലേ. അപ്പൊ വസിയത്ത് അയക്കതല്ലേ, ഞങ്ങൾ ആ വസിയത്ത് സ്വീകരിക്കണ്ടേ. അപ്പൊ എന്താക്കല്ലേ, അത് കൊടുക്കണം, അങ്ങനെ കൊടുക്കുക ചെന്നിട്ടില്ല. പിന്നെ അങ്ങനെ അതിന്റെ സുലുസുൽ ബാക്കി ചെന്നെങ്കിൽ 3-1 3 ലക്ഷം രൂപ സ്വത്തായെങ്കിൽ അത് 1 ലക്ഷം രൂപ എന്താക്കുക കൊടുക്കാം. 3-1 ഒന്നയച്ചാൽ എല്ലാം കൊടുക്കണമെന്നില്ല. അയാൾ എല്ലാം കൊടുക്കുക ചെന്നെങ്കിലും കൊടുക്കുന്ന ആവശ്യകതയില്ല. കാരണം അത് അനന്തരാവകാശം എത്തിക്കണം. അപ്പൊ എന്താക്കണം, അതിന്റെ സുലുസുൽ ബാക്കി സ്വത്തൊന്നുണ്ടെങ്കിൽ 3-1 കൊടുക്കും. അപ്പൊ സ്വീകരിക്കപ്പെടാത്തതായ വസിയത്തുകൊണ്ട് ഖുർആനിക സുന്നത്തിൽ എതിരായ ഒരു വിഷയം. ഉദാഹരണം ചെന്ന് നാം മരിച്ചെങ്കിൽ തന്നെ കൊണ്ടുപോയിട്ട് മദീനത്തിൽ ബക്കയിൽ കൊണ്ടുപോയിട്ട് മറമാടണം, അണികളുടെ വസിയത്താക്കുക, വസിയത്ത് സ്വീകരിക്കണം ഇല്ല. അല്ലെങ്കിൽ സാധിക്കാത്തതായ ഏതെങ്കിലും ഒരു വസിയത്താക്കല് അത് ആക്കുകയും തീര ആ വസിയത്ത് സ്വീകരിക്കൽ ബാധ്യതയില്ല. 5-ാമതായി തിക്കറ് ഇറുത്ത് അനന്തരാവകാശം നോക്കൂ. അപ്പൊ ആൾമാർ ആവശ്യത്തിക്കല് ഇണ്ടെന്താക്കല് ഫസ്റ്റ് സ്വത്ര ഓതി വെക്കല്, പിന്നെ ബാക്കി വിഷയം ചിന്തിക്കല്. അത് ചിന്തിച്ചെങ്കിൽ ചിന്തിച്ചാൽ ഇല്ലെങ്കിൽ ഇല്ല. അത് അബ്ബറൊട്ടിക്ക് നിങ്ങൾ കേൾക്കുള്ളൂ, അല്ലെങ്കിൽ ഞങ്ങളൊട്ടിക്ക് നിങ്ങൾ കേൾക്കുള്ളൂ. ഞങ്ങൾക്ക് അതൊക്കെ ഉത്തരവാദിയല്ല ചെറുത്ത് എന്താക്കുക ആൾമാർ ഒട്ടുനിൽക്കുന്ന മക്കാർ ഇത്ര വലിയ കുറ്റമായി തിക്കല്, ഏറ്റവും വലിയ ദോഷമായി തിക്കല്. ലാസ്റ്റ് കയറ്റിക്കല് 5-ാമതായി തിക്കല് ഇറുസ് അനന്തരാവകാശം. ಅದಕ್ಕೆ മുന്നോളൂ ജക്കാത്ത് ബാക്കി ഉണ്ടെങ്കിൽ ജക്കാത്ത് കൊടുത്തിട്ട് തീർക്കണം, കട ബാക്കി ഉണ്ടെങ്കിൽ കട തീർക്കണം, പണയത്തിലുണ്ടെങ്കിൽ അത് ക്ലിയർ ആക്കണം. അതേപോലെ മയ്യത്തിലെ പരിപാലന ചെലവ് അത് നോക്കാം. അതേപോലെ മയ്യത്തിലെ കട അതിൽ ദൈനുള്ള അള്ളാഹുലെ കട, സക്കാത്ത്, കഫാറത്ത്, ഹജ്ജ് പോലെ മനുഷ്യരെ കടത്തിലെ കാട്ട് അതിരെ മുന്തിക്കണം. പിന്നെ മനുഷ്യരെ കട, പിന്നെ വസിയത്ത്, ആ വസിയത്ത് അജ്നബിരത് സുലുസുൽ ബാക്കി 3-1, പിന്നെ ഇത്തിക്കല് ഇറുസ് ഒന്നയച്ചാൽ അനന്തരാവസ്ഥ. 5-ാമതായി തിക്കല്
അനന്തരാവകാശത്തേക്ക് പോകണ്ടേ. ഇതാ ഇവിടെ ചെറുത് ഫയുദൗമിൻ തരിക്കത്തിൽ മയ്യത്തിലെ സ്വത്തിൽ നിന്ന് അനന്തരാവകാശത്തിൽ നിന്ന് തുടങ്ങുന്നത് ബിമാ തഅല്ലഖ ബി ഐനിഹ, അതിന് ഐന് കൊണ്ട് ബന്ധിച്ചത് ചെന്നെങ്കിൽ സക്കാത്ത് പോലത്തത് കട പോലത്തത് ഫസ്റ്റ് മുന്തിക്കണം. സുമ്മ ബി മുഅ്നി തജ്രീസി, പിന്നെ മയ്യത്തിലെ പരിപാലന ചെലവും. സുമ്മ ബി ഖളാഇ ദുയൂനി, പിന്നെ മയ്യത്തിലെ പിന്നെ കടത്തിലെ ഖളാ ബീട്ടോണം ചെന്നെങ്കിൽ മയ്യത്തിലെ കടത്തിലെ ബീട്ടോണ് ചെന്നത് ഖളാ ചെന്നെങ്കിൽ അതിലെ തീർക്കണം. സുമ്മ ബി തൻഫീദിഹി വസയാഹു മിൻ സുലുസുൽ ബാക്കി, പിന്നെ വസിയത്ത് സ്വീകരിക്കരുത് 1/3. പിന്നെ സുമ്മ യുഖസ്സമു മാ ബഖിയ ബൈന വറസതിഹി, പിന്നെ വീണു അനന്തര സ്വത്തിൽ നിന്ന് പിന്നെ അതിന് ഓഹരിയാക്കണമായിട്ട് മക്കൾ. ഇക്കാലെല്ലാം ശ്രദ്ധിക്കണം. അങ്ങനെ മാത്രം എത്തിക്കൽ അത് ഹലാലാവുന്നത്, അല്ലെങ്കിൽ ഹറാമായിട്ട് നാളെ പരലോകത്തിൽ കുറ്റക്കാരെത്തിക്കൽ. അള്ളാഹു കാത്തു സലാമത്താക്കട്ടെ.